അവിടെ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള അവിടുത്തെ പ്രശ്നം വന്യമൃഗശല്യമാണ്. വന്യമൃഗശല്യം അവിടെ ഭയങ്കരമാണ്. അവിടെ ഒരു കപ്പ നടാൻ പറ്റില്ല, ഒരു വാഴ വെക്കാൻ പറ്റില്ല. കുടിയേറ്റ കർഷകർ നേരിടുന്ന വലിയ വിഷയങ്ങളുണ്ട്. അതെ, അവിടെ ഏറ്റവും വലിയ വന്യമൃഗശല്യവും വന്യമൃഗ ആക്രമണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അവിടെ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് എന്താണ് സാംസ്കാരിക കേരളം ഇത്രയും മണ്ടത്തരം CPM കാണിക്കുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ട്? CPM ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുകൾ ഇഷ്ടം പോലെയുള്ള പാർട്ടിയാണ് ആ CPM. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുകൾ കിടപ്പുണ്ട് അതിനകത്ത്. അവർക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്. പാർട്ടിക്ക് ജയിക്കാനും അറിയാം, പാർട്ടിക്ക് തോക്കാനും അറിയാം. നന്നായി അറിയാവുന്ന പാർട്ടിയാണത്. പാർട്ടിക്ക് വളരെ ഭംഗിയായി ജയിക്കാൻ അറിയാം. ഏറ്റവും വലിയ ഉദാഹരണമാണ് VS-ന് രണ്ടാമത് അധികാരം കിട്ടാതെ പോയത്. പിന്നെ ഇവിടെ തോൽപ്പിച്ച് എങ്ങനെയാണ് VS-നെ എങ്ങനെയാണ് തോൽപ്പിച്ചത്? അതിൽ ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് ജയിക്കാനും അറിയാം, തോൽക്കാനും അറിയാം. പാർട്ടിയുടെ സംഘടനാ സംവിധാനം വെച്ച് രണ്ട് രീതിയിലും പാർട്ടിക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയാം. ഇവിടെ രണ്ടാമത്തെ രീതി അവലംബിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് സാംസ്കാരിക നായകർ M സ്വരാജിനൊപ്പം എന്ന് പറഞ്ഞിട്ട് വൈശാഖ് അടക്കമുള്ളവരെ കൊണ്ടുവന്ന് ഇറക്കി കൊടുത്തത്. എത്ര പേര് കേൾക്കും? ഇവർക്ക് എന്ത് യോഗ്യതയുള്ളത്? ONV ആണോ അവർ? അതോ പിന്നെ വസുദേവൻ നായരാണോ? എന്തിന് മാധവിക്കുട്ടിയാണോ? അവരൊക്കെയാണല്ലോ ഇവരെ സ്വാധീനിച്ച് കടന്നു പോയവർ.